നമസ്കാരം. പാതയോരങ്ങളിലെ ബോർഡുകളും പ്രചരണ സാമഗ്രികളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കിയതിന് മുഖ്യമന്ത്രിയുടെ ജന്മനാടായ പിണറായി പഞ്ചായത്തിലെ ജീവനക്കാരെ CPM നേതാവിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയതായി പരാതി. കഴിഞ്ഞ 24-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് CPM പിണറായി ലോക്കൽ സെക്രട്ടറി നന്ദനൻ, പ്രവർത്തകനായ നിഖിൽ കുമാർ എന്നിവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുകയും വനിതാ ജീവനക്കാർക്കെതിരെ വധഭീഷണി മുഴക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ജീവനക്കാരുടെ കൈയും കാലും കൊത്തുമെന്ന് ലോക്കൽ സെക്രട്ടറി ഭീഷണി മുഴക്കിയതായി പരാതിയുണ്ട്. നീക്കം ചെയ്തതിൽ CPMന്റെ പ്രചരണ ബോർഡുകൾ ഉൾപ്പെട്ടതാണ് പ്രകോപനം സൃഷ്ടിച്ചത്. സംഭവത്തിൽ ജീവനക്കാർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ജീവനക്കാർക്ക് തൊഴിൽ ചെയ്യാനുള്ള സംരക്ഷണം ഒരുക്കണമെന്ന് ഇവർ പോസ്റ്റർ പ്രചരണത്തിലൂടെ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ച് കയറിയതിനും ഭീഷണിപ്പെടുത്തിയതിനും പോലീസിൽ ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പാതയോരത്തെ ബോർഡുകൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് തടസ്സമാകാത്ത ബോർഡുകൾ നീക്കം ചെയ്തത് പഞ്ചായത്ത് ഓഫീസിൽ കയറി അന്വേഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നാണ് CPMന്റെ വിശദീകരണം. സംഭവത്തിൽ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. CPM മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് പിണറായി. ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതും ഇടതനുകൂല സംഘടനയിൽപ്പെട്ട ജീവനക്കാരെയാണ്. പാർട്ടിക്കുള്ളിലും ഈ വിഷയം ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്.